ഈ സീസണിലെ ലാസ്റ്റത്തെ ഒരു ഓട്ടമാണ് ഈ കാണുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എന്താ, ഞങ്ങൾ വർഷക്കെട്ട് വലകെട്ടൊക്കെ കഴിയാനുള്ള ഏകദേശം ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇതാ ഈ 2-3 മീനൊക്കെ കണ്ടോ. ഇതൊക്കെ കുറച്ച് ഈ വലിയ സൈസ് മീനുകളൊക്കെ ഞങ്ങളെ പണി കഴിയുന്നതോട് അനുബന്ധിച്ചിട്ട് വരുന്ന മീനുകളൊക്കെയാണ് കേട്ടോ. ഈ നീളം മാന്തയും നങ്ക് അങ്ങനെയൊക്കെ പറയില്ലേ. മഴ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മലവെള്ളം വരുന്ന ഈ അവസരത്തോടു കൂടി ഞങ്ങളുടെ പണിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതുപോലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഇതുപോലത്തെ ഈ ചുവന്ന മീനുകളും അതുപോലെ തന്നെ കുറച്ച് മത്സ്യങ്ങൾ കൂടുതൽ കാണുന്ന ഒരു സമയമാണിത്. അതുപോലെ കാരച്ചെമ്മീനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അധികമായിട്ട് കാണും കേട്ടോ. ചെമ്മീൻ കുറച്ച് ചിലപ്പോൾ കുറവാകാൻ ചാൻസ് ഉണ്ട്. മീൻതരങ്ങൾ കുറച്ച് കയറി ഇങ്ങനെ വരും. അതിൻ്റെ ഇടയിൽ കുറച്ച് കാരച്ചെമ്മീനൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ അയ്യപ്പനോട് പറഞ്ഞാൽ കാരച്ചെമ്മീനൊക്കെ എടുത്തൊന്ന് പൊക്കി കാണിക്കും. നമുക്ക് ഇങ്ങനെ എപ്പോഴും കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ ഇതൊക്കെ, ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ നാര് പിടിച്ചിട്ട് ഒന്ന് പൊക്കി കാണിക്കുന്നുണ്ട്. ഇതാ കാരച്ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞണ്ട് കേട്ടോ. ഈ ഞണ്ട് എന്നെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കാൻ കേട്ടോ. എനിക്ക് ഞണ്ടിനെ ഭയങ്കര പേടിയാണ്. കാരണം കടിച്ചാൽ പിന്നെ വിവരം അറിയുമല്ലോ. അതാണെങ്കിൽ നല്ല ഞണ്ടുമാണ് കേട്ടോ. അതിനെ ഞാൻ മെല്ലെ ഇങ്ങോട്ടേക്ക് ബക്കറ്റിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ബക്കറ്റിൽ 2 വേറെ കിടക്കണുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കടലിലൊക്കെ ചാകര വരുന്നത് പോലെയാണ് ശരിക്കും ഞങ്ങൾക്ക് വർഷത്തൊക്കെ പണി വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു 1/4% പോലും പണി ഇല്ല എന്ന് പറയണം കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതിനകത്ത് കാര്യപ്പെട്ടതായിട്ട് ആ കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചോരത്തൊണ്ടി ഇത് എന്തിനാണ് വന്ന് കയറണമെന്നറിയില്ല. ഇത് ഈ സമയത്ത് ഇങ്ങനെ വന്ന് കയറി. ഇതിനെ കറി വെക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ കുറച്ച് ആൾക്കാർ പറഞ്ഞ് ഇതിനെ തോലുലിച്ചിട്ട് കറി വെക്കും എന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മീൻ്റെ ഈ സാധനത്തിൻ്റെ വെള്ള കളറിലാണ് ഇതും വരാറുണ്ട്. ഇപ്പം ഇത് ചുവന്ന കളറിലാണ്. എനിക്കത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടേ ഒരു അറപ്പ് പിടിക്കുന്ന ഒരു സംഭവം കേട്ടോ. കറി വെക്കുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു മുള്ളനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ എടുക്കാറില്ല. ഞങ്ങൾക്ക് ഇതെന്തായാലും വേസ്റ്റിൽ പോകുന്ന സാധനങ്ങളാട്ടോ. ഇത് രാവിലത്തെ പണിയാണ് കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയിലത്തെ പണി വരാനുണ്ട്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം വരെ ഞങ്ങൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഉള്ള ഏറ്റവും നല്ല സാധനങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ എടുക്കും കേട്ടോ. കാരണം നമുക്ക് പണിയൊക്കെ കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു 3-4 മാസത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല പണിയൊന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് കാശ് തീർക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് വറ്റയാണ് കേട്ടോ. നല്ല വറ്റയും അതുപോലെ തന്നെ ആ മാന്ത നീളം നങ്ക് ഉണ്ടായില്ല, അത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ നീളം നങ്കൊക്കെയാണ് ഞാൻ ഉപ്പുമുളകൊക്കെ തേച്ച് നല്ല മസാലയൊക്കെ പെരക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ചെമ്പല്ലി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ പൊരിക്കാൻ വേണ്ടി എടുത്തത്. പിന്നെ കുറച്ച് കറി വെക്കാനും കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടി ചോറ് കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തെ കൂടിയൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു തിരക്ക് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും. കാരണം വൈകുന്നേരം പിന്നെ ഇത് വലകെട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കാത്തിരിക്കുന്ന ആ ഒരു പരിപാടിയേ ഉള്ളൂ. വലകെട്ടി വരുന്നതും കാത്തിട്ട് പിന്നുള്ള ഇരുത്താണ്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഒരു ഇതാണ് കേട്ടോ. വരുന്നതോ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റില്ല. കാരണം എല്ലാം കൂടി മൊത്തത്തിൽ അങ്ങ് തിരക്കായി പോണ ഒരു സമയമാണ്. അപ്പോൾ വൈകുന്നേരം രാവിലത്തെ ആ ഒരു ഞങ്ങൾ ചരക്ക് എന്നൊക്കെ പറയും. രാവിലത്തെ ആ ഒരു ചെമ്മീനത്തിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ് വൈകുന്നേരം വന്നത് കേട്ടോ. നത്തൽ കൂടുതലാണ് വൈകുന്നേരം കിട്ടിയതിൽ. നത്തൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ചെറിയ വേളൂരി അങ്ങനെ ചെറിയ നത്തൽ അത് കൂടുതലാണ്. പിന്നെ ആ ചോരത്തോണ്ടി എപ്പോഴും ഉണ്ടാവും കേട്ടോ. ആ ചുവന്ന സാധനം എപ്പോഴും ഉണ്ടാവും. അത് ഇനി ഈ വെള്ളത്തിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ നത്തലും അതുപോലെ തന്നെ ഈ ചെറിയ ചെമ്മീൻ ഉണ്ടാവുമല്ലോ അതിനെയും പിറക്കി ഇങ്ങനെ മാറ്റണം കേട്ടോ. കുറച്ച് സമയം എന്തായാലും എടുക്കും. കുറച്ച് മണിക്കൂറുകൾ നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നത്തലും പിന്നെ നമുക്ക് പറ്റുന്ന സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി നമ്മൾ വേസ്റ്റിൽ പോവുക തന്നെ ചെയ്യുക. കാരണം ഇതൊക്കെ ഞങ്ങൾ എന്തായാലും എടുക്കില്ല, ഇതങ്ങനെ പോകും. കാരണം ഉണക്ക സമയത്ത് വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയൊക്കെ എടുക്കാൻ പറ്റും. ഈ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും മത്സ്യത്തിന് ക്ഷാമമുള്ളവരൊക്കെ എന്നോട് പറയും കേട്ടോ, സനി അത് കളയല്ലേ, അത് വിഷമായി പോയി എന്നൊക്കെ. പക്ഷേ ഈ സമയത്ത് അതേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി രാവിലെ ഇപ്പം ഞങ്ങളെ പണിയെല്ലാം കഴിഞ്ഞ് രാവിലത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റേതായ കുറച്ച് സാധനങ്ങൾ ഒതുക്കലും പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ കുറച്ച് കറിക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ എടുത്തു വെക്കും കേട്ടോ. പണി കഴിയണമെന്ന് ഏകദേശം കാണുമ്പോൾ എല്ലാവരും കുറച്ച് സ്റ്റോക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. അങ്ങനെ ഞാൻ എടുത്തു വെച്ചതാണ് ഇതൊക്കെ കേട്ടോ. ഒരുപാടൊന്നുമില്ല, നമുക്ക് 2-3 ദിവസം നമുക്ക് കറിക്കൊക്കെ എടുക്കാമല്ലോ. നമുക്കും ഇനിയിപ്പോൾ ഇത് കിട്ടാൻ ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളും എടുത്ത് വെച്ച് അത്യാവശ്യത്തിന് മാത്രം അതിൽ നിന്ന് കറിക്കൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യൽ. ഇതൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്തേക്കണ സാധനം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞ സമയത്ത് ഞാൻ പാത്തി മുങ്ങിയ കാര്യമൊക്കെ ആയിട്ട് ഞാനൊരു
ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാത്തി മുങ്ങി വലയൊക്കെ ഞങ്ങൾ ടെൻഷനാക്കി ഒരു ദിവസമൊന്നും പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് പിന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ, ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ലതേ വരുള്ളൂ, കുഴപ്പമില്ല എന്നൊക്കെ. ഈ ഒരു സംഭവം കണ്ടിട്ട് എല്ലാവർക്കും വിഷമമായി, എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്ദി, എല്ലാവരുടെ പ്രാർത്ഥനയ്ക്കും നന്ദി. അപ്പോൾ എന്തായാലും ഇതേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.